നമസ്കാരം. 2021 പിണറായി തരംഗം ആഞ്ഞു വീശിയപ്പോഴും LDFിൻ്റെ ചില സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ആദ്യമായി നിയമസഭയിലെത്തിയ ജനപ്രതിനിധിയാണ് മൂവാറ്റുപുഴയുടെ MLA മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടനെ പോലെ മറ്റൊരാൾ ഈ നിയമസഭയിൽ പിണറായിക്കെതിരെ മുഖത്തു നോക്കി വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടിയില്ല. അതിനു മുൻപ് PT തോമസ് എന്തായിരുന്നുവോ ചെയ്തത്, അതേ ശക്തിയോടെ അതേ ആവേശത്തോടെ മാത്യു കുഴൽനാടൻ പിണറായിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മക്കൾക്കെതിരെയുമൊക്കെ ആഞ്ഞടിച്ചു. എങ്ങനെയും മാത്യു കുഴൽനാടനെ പൂട്ടിക്കെട്ടുക എന്ന ലക്ഷ്യത്തോടെ പിണറായി കള്ളക്കേസുകളെടുത്ത് നിശബ്ദനാക്കാൻ ശ്രമിച്ചു. പക്ഷേ കുഴൽനാടൻ സുതാര്യതയുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഇതായി തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ പ്രചരണ ദിനത്തിൽ, അതായത് കൊട്ടിക്കലാശത്തിന് തൊട്ടു മുമ്പ് പിണറായിയുടെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും മാത്യു കുഴൽനാടൻ അടിച്ചിരിക്കുന്നു. 2018 മഹാപ്രളയത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച രക്ഷകനാണ് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത്തരത്തിലാണ് ക്യാപ്റ്റൻ പദവി കൊടുത്ത് കേരളത്തെ കാത്തുരക്ഷിക്കുന്ന മഹാന്മാർ എന്ന നിലയിൽ ഇവിടെ സൈബർ സഖാക്കൾ പ്രചരണം അഴിച്ചുവിട്ടത്. വാസ്തവത്തിൽ ഈ സർക്കാരിൻ്റെ പിടിപ്പ് കേടുകൊണ്ട് മാത്രം ബോധപൂർവം ഉണ്ടാക്കിയ ദുരന്തമായിരുന്നു 2018 വെള്ളപ്പൊക്കത്തിലെ മനുഷ്യരുടെ ഗതികെട്ട അവസ്ഥ എന്ന് പിന്നീട് കേരള ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പോലും കണ്ടെത്തിയതാണ്. അതൊന്നും ചർച്ചയായില്ല. ഇതായിപ്പോൾ അത് തെളിവുകളോടുകൂടി പുറത്തു വരുന്നു. നീതിമാനെന്നും അഴിമതിരഹിതനെന്നും സ്വാത്വികനെന്നുമൊക്കെ വിശേഷിപ്പിക്കുന്ന തിരുവല്ലയുടെ ജനപ്രതിനിധിയും ഈ സർക്കാരിലെ അക്കാലത്ത് ജലസേചന വകുപ്പ് മന്ത്രിയുമായിരുന്ന മാത്യു തോമസ് ബോധപൂർവം അഴിമതി നടത്താൻ വേണ്ടി കേരളത്തെ മുക്കിയതാണ് എന്ന ഞെട്ടിക്കുന്ന വിവരം തുറന്നു പറയുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയാണ്. നിഷ്കളങ്കനായ മാത്യു തോമസിനെ പിണറായി വിജയൻ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റി പകരം കൃഷ്ണൻകുട്ടിയെ നിയോഗിച്ചതും, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്യു തോമസിനെ പരിഗണിക്കാതെ കൃഷ്ണൻകുട്ടിയെ തന്നെ മന്ത്രിയാക്കിയതും ഈ വിവരം കൃഷ്ണൻകുട്ടി ലോകത്തോട് വെളിപ്പെടുത്തുമോ എന്ന് ഭയന്നായിരുന്നു. പിണറായി വിജയൻ്റെയും CPM സർക്കാരിൻ്റെയും ഏറ്റവും വലിയ ആഘോഷം തട്ടിപ്പായിരുന്നു എന്ന് വ്യക്തമാകുന്ന ആ വോയിസ് ക്ലിപ്പാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പത്രസമ്മേളനം നടത്തി പുറത്തുവിട്ടത്. നേരത്തെ തന്നെ ഡാം തുറന്ന് വെള്ളമൊഴുകിയാൽ തോട്ടപ്പള്ളി അടക്കമുള്ള ഇടങ്ങളിലെ കരിമണൽ ഒലിച്ചു പോകുമെന്നും അവിടെ കോൺട്രാക്ടർക്ക് കോടികളുടെ നഷ്ടമുണ്ടാകുമെന്നും 62 രൂപയ്ക്ക് സർക്കാർ കൊടുത്ത മണൽ 2000 രൂപയ്ക്ക് വിൽക്കുന്ന കക്ഷികൾക്ക് നഷ്ടമുണ്ടാവാതിരിക്കാൻ അവരുടെ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് അണക്കെട്ട് തുറക്കാൻ വൈകിപ്പിച്ചത് എന്നാണ് മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നത്. മണിയാർ ഡാം തുറക്കാതിരുന്നതിൻ്റെ പിന്നാമ്പുറ കഥയും വിശേഷിപ്പിക്കുന്നുണ്ട്. പറമ്പിക്കുളത്തെ വെള്ളം കെട്ടി നിർത്തി തമിഴ്നാടിന് കൊടുക്കാതെ ഇങ്ങോട്ട് ഒഴുക്കിവിട്ട് ചാലക്കുടി പുഴ നിറച്ച് തമിഴ്നാട്ടിലെ കോൺട്രാക്ടർമാരെ രക്ഷിക്കാൻ കോടികളുടെ ഇടപാട് നടത്തിയെന്നും ജോഷി എന്ന് പറയുന്ന ചീഫ് എഞ്ചിനീയറും മാത്യു തോമസും ചേർന്ന് നടത്തിയ വലിയ അഴിമതിയുടെ ഭാഗമായിരുന്നു ആ പ്രളയ ദുരന്തമെന്നും കൃഷ്ണൻകുട്ടി തൻ്റെ നാക്കുകൊണ്ട് തൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവിനോട് പറയുന്ന ശബ്ദരേഖ, ഞെട്ടിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ശബ്ദരേഖ കേൾക്കുക. എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ അങ്ങനെയല്ല, നമ്മളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സംഗതിയൊക്കെ വേറെയുണ്ട്. അത് പറയാം, ഞാനത് അതൊന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും ചവേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവനെന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്. ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 രൂപയ്ക്കാണ്. അത് അവൻ മറിച്ച് വിറ്റ അപ്പൊ 2000 രൂപ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര രൂപ കിട്ടും? ഒരു എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ, ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചവേണ്ട. പറയാം, മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളില്. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്. കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല. എപ്പോഴും
എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ നിന്ന് കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം ചെയ്തത് വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോൾ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ, ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഈ ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല. അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർക്കോളാണ്ടിൽ നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം. ഇക്കെല്ലാം നമ്മളാണ്. ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കുന്നത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിനെ മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ് ഇവര് വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാനൂറ്റം പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. പ്രഭാത് എന്ന് പേരുള്ള ഒരു പാർട്ടി നേതാവിനെ കൂട്ടിയാണ് മാത്യു കുഴനാടൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയത്. മാത്യു എങ്ങനെയാണ് ശബ്ദം സ്ഥിരീകരിച്ചത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് വ്യാജ ശബ്ദരേഖയാണെന്നുള്ള ക്യാപ്സ്യൂളുമായി CPMകാർ ഉടൻ ഇറങ്ങുമായിരിക്കും. പക്ഷേ അതൊന്നും ഈ സത്യം മറച്ചു വയ്ക്കാൻ ഉതകുന്നതല്ല. കേരളത്തെ മുക്കിക്കൊന്നത് 500ഓളം പേരുടെ ജീവനെടുക്കാൻ കാരണമായത്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടതൊക്കെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേറെന്തു വേണം? മാത്യു കുഴനാടന്റെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ കൂടി കേൾക്കുക. 100% സത്യമാണ് ഈ സംഭവിച്ച കാര്യം. കാരണം ഡാം മാനേജ്മെന്റ് പ്രളയവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിലെ കേസ് ഞാൻ വാദിക്കാനുണ്ടായിരുന്നുകൊണ്ട് ഞാനിത് ആഴത്തിൽ പഠിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈ കാര്യം 100% സത്യമായ കാര്യമാണ്. പൊതുവെ ഡാം മാനേജ്മെന്റിനെ സംബന്ധിച്ച് റൂൾ കർവ് എന്ന് പറഞ്ഞിരുന്നത് ഏത് ഡാമിന്റെയും ഒരു ഇത്ര പരിധിയിൽ വെള്ളം വന്നാൽ തുറന്നു വിടണമെന്നുള്ളതാണ്. നമുക്കറിയാം, കരിമണലുമായി ബന്ധപ്പെട്ട താല്പര്യം ഇതിനു മുമ്പ് ഞാനൊരു ഡോക്യുമെന്റ് റിലീസ് ചെയ്തിരുന്നു. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഇറക്കിയ ഉത്തരവിൽ അവര് എഴുതി വെച്ചപ്പോ വന്ന അബദ്ധം, അവരുടെ ആ ഒരു വെപ്രാളം കൊണ്ട് എഴുതി വെച്ചതാണ്, നിങ്ങൾ ഈ വെള്ളം വന്ന് മണ്ണ് പോകുന്നതിന് മുമ്പ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ മുഴുവൻ താല്പര്യം ഇരുന്നത് ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ പുറത്തിരിക്കുന്ന മണ്ണിലാണ്. തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭം ഉണ്ടായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, പെരിങ്ങൽകുത്തിലേക്ക്, അതായത് പ്രളയം വന്ന് നമ്മുടെ നാട് തകർന്നു. ചെങ്ങന്നൂരിലേക്ക് ചെളി അടിച്ചു കയറി അന്ന് ഇടതുപക്ഷ MLA ആയിരുന്ന സജി ചെറിയാൻ അടക്കം കരഞ്ഞു വിളിച്ച് ഇത് അടയ്ക്കാൻ പറഞ്ഞു. ഡാമിലെ സാധാരണ ഏറ്റവും അടിയിലെ സൂയസ് തുറക്കാൻ പാടില്ല. ആസ് ദ കൺവെൻഷണൽ നോംസ് അത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അത് പക്ഷേ ഇവര് ഈ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി കോടികളുടെ അഴിമതിയുടെ പേരിൽ ആ സമയത്ത് ആ ഡാം തുറക്കാതെ വെച്ചുകൊണ്ടിരുന്ന അവസാനം സൂയസ് പൊക്കിയപ്പോഴാണ് അടിയിൽ ചെളി മുഴുവൻ കൂടി വന്ന് ആ ചെങ്ങന്നൂരിൽ നശിച്ച് നാരായണക്കൽ വിളിച്ചത്. ആളിയാറിൽ തമിഴ്നാട്ടിലുള്ള കോൺട്രാക്ടർക്ക് വേണ്ടി തമിഴ്നാട്ടിലേക്ക് തിരിച്ചുവിടേണ്ടിയിരുന്ന വെള്ളം കേരളത്തിലെ ജനങ്ങളുടെ ഒരു സുരക്ഷയോ താല്പര്യമോ നോക്കാതെ
കോടികളുടെ താല്പര്യത്തിന്റെ പേരിൽ പിടിച്ചുവെച്ച് ഒടുവിൽ ആലയാറിൽ നിന്നും വെള്ളം ബൾക്കായി റിലീസ് ചെയ്തപ്പോഴാണ് ചാലക്കുടി തകർന്ന് തരിപ്പണമാക്കിയത്. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ഇവരുടെ അഴിമതിക്ക് വേണ്ടി, ഇവരുടെ ആക്രാന്തത്തിന് വേണ്ടി, ഇവരെ കോടികൾ സമ്പാദിക്കാൻ വേണ്ടി, ഇങ്ങനെ എല്ലാ മേഖലയിലും കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് അഴിമതി കാലമായി. ഈ കാര്യം നിഷേധിക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത്രയും ആധികാരികമായി ഇദ്ദേഹം പറയാൻ കാരണം അദ്ദേഹം പഴയ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് അറിയാം ഇതെങ്ങനെ വരുമെന്ന്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമാണ്, 100% ശരിയാണ്. പ്രളയം നമുക്ക് വരുത്തി വെച്ച കെടുതി, പ്രളയമുണ്ടായി വെള്ളം വന്നത് ശരിയാണ്. പക്ഷേ ഇത്രയേറെ കേരളത്തെ തകർത്തത് ഇവരുടെ ആക്രാന്തവും അഴിമതിയുമാണ്. ഇത് ജനങ്ങൾ അറിയണം.